ഞാനൊരു സത്യം പറയട്ടെ, നിങ്ങളൊരു മോട്ടിവേഷൻ ആയിട്ടൊന്നും എടുക്കണ്ട. നമ്മൾ എത്ര നല്ല കാര്യങ്ങൾ ചെയ്തു പോവുകയാണെങ്കിലും നമ്മളെ തളർത്തുന്ന അല്ലെങ്കിൽ നമ്മളെ തകർക്കുന്ന വാക്കുകൾ പറയുന്ന, നമ്മളെ പരിഹസിക്കുന്ന ആളുകൾ നമ്മളെ ചുറ്റുഭാഗത്ത് തന്നെ ഉണ്ടാവും. എനിക്ക് തോന്നുന്നു അതൊരു നാച്ചുറൽ പ്രോസസ്സാണ് എന്നുള്ളത്. സൂര്യൻ വന്ന് സൂര്യൻ പോകുന്ന പോലെ അത് നമ്മളെ ചുറ്റുഭാഗത്ത് ഇങ്ങനെ ഉണ്ടാവണം. നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും. ഇപ്പം പ്രൊഫറ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തന്നെ കുറ്റം പറഞ്ഞിട്ടുള്ള ആളുകൾ അന്നും ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ഇപ്പം ഇവിടെ നമ്മുടെ രാഷ്ട്രപിതാവ് ഗാന്ധിജിയെ തന്നെ നല്ലത് പറയുന്ന ആളുകളും കുറ്റം പറയുന്ന ആളുകളും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം നമ്മളെ കേസൊക്കെ അങ്ങനെ തന്നെ. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നമ്മളെ ഇന്റൻഷൻ എന്താന്നുള്ളത് ചെക്ക് ചെയ്യാം. ഞാൻ എന്തിനിത് ചെയ്യുന്നു? ഞാൻ എൻ്റെ പടച്ചവന്റെ മുന്നിൽ നിൽക്കുന്ന സമയത്ത് ഞാനും പടച്ചവനും തമ്മിലുള്ള ആ സംസാരത്തിൽ ഈ ഒരു വിഷയത്തിന് എന്തായിരിക്കും പടച്ചവൻ എനിക്ക് തരുന്ന മറുപടി? അത് ഓക്കെയാണോ? നിങ്ങൾക്ക് ആ കാര്യം ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ വിഷയത്തിലും നമ്മൾ ബാക്കിയുള്ള ആളുകളെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ പറയും, പടപ്പുകളെ പ്രീതി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പടച്ചവന്റെ പ്രീതി നഷ്ടപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ടല്ലോ. അപ്പൊ അതുപോലെ നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പം അത് പടപ്പുകൾ നമ്മളെ സ്വീകരിക്കുമോ എന്നതിലുപരി പടച്ചവൻ നമ്മളെ സ്വീകരിക്കുമോ എന്ന് നോക്കിയിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടിയൊക്കെ നമുക്ക് കാര്യങ്ങൾ ക്ലാരിറ്റിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ നമുക്ക് എല്ലാവരെയും നന്നാക്കാൻ വേണ്ടിയിട്ട്, എല്ലാവരെയും മൈൻഡ് മാറ്റാൻ വേണ്ടിയിട്ടൊന്നും നമുക്ക് സാധിക്കില്ല. പക്ഷേ നമുക്ക് നമ്മളെ മൈൻഡ് സെറ്റ് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഏത് സാഹചര്യത്തിലും സ്ട്രോങ് ആയിട്ട് സ്ട്രെങ്തൻ ചെയ്തിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മളെ മൈൻഡ് സെറ്റിനെ പാകപ്പെടുത്തുക എന്നുള്ളതാണ്.